Role of IT in environment and human health, which includes GIS, GPS, and remote sensing. Let's look at Geographic Information System or GIS. So this Geographic Information System is a system which collect information about the geography. So it is a framework for gathering, managing, and analyzing data. So it analyzes the spatial location and organizes the layers of information into visualization using maps and 3D scenes. അപ്പോൾ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. GIS ഉപയോഗിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ക്രീനിലൂടെ 3D ആയിട്ടോ മാപ്പായിട്ടോ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ there are many components. One is called the hardware. അതിൻ്റെ ലാപ്ടോപ്പും മോണിറ്റേഴ്സും കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ വരുന്നതാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. Then there is a software. Then there are methods to analyze these informations, and there are datas. All these are beneficial for human beings, so people. So this is the 5 components of GIS. So hardware, software, data, people, and methods. All these are interconnected. So all these informations is to help the user to make a smarter decision or proper decision. So it's a system designed to capture, store, manipulate, and analyze, manage, and present the spatial or geographic data. So there is a street data about the streets. There are data about the buildings. So this is a building data, and this is a vegetation all about. So all these information, three informations, street data, building data, and vegetation, all are integrated together using various software technology. So this is called the GIS, geography. So this becomes a geography, and there are a lot of information in it. So it's a system. So what are the techniques and technology? So there are so many techniques which use in GIS. So it's use digital information, for which various digitized data creation methods are used. So first is to collect all the information and data from various fields. എന്നിട്ട് അതിനെ ഡിജിറ്റലൈസ് ചെയ്യണം. കിട്ടിയ സാധനങ്ങളെ നമ്മൾ ചിലപ്പോൾ മാപ്പായിട്ടുണ്ടാവാം, മറ്റുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവാം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ പേപ്പേഴ്സിലോ റെക്കോർഡ്സിലോ അങ്ങനെയൊക്കെയാണ്. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊരു കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് മാറ്റണം. ഒരു ഹാർഡ് കോപ്പി മാപ്പിനെ ഒരു സർവേ പ്ലാനിനെ ട്രാൻസ്ഫേർഡ് ഇൻ ടു എ ഡിജിറ്റൽ മീഡിയം ത്രൂ ദ യൂസ് ഓഫ് CAD. CAD എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണത്, സോഫ്റ്റ്വെയർ ആണത്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് പിക്ചർ വരയ്ക്കാനും മോഡിഫൈ ചെയ്യാനും ഇതേപോലുള്ള പിക്ചേഴ്സ് ഉണ്ടാക്കാനൊക്കെ ഈ CAD ഉപയോഗിച്ചിട്ട് പറ്റും. നമ്മൾ അനിമേഷനൊക്കെ ഡിസൈൻ ചെയ്യുന്ന പോലെ അതേപോലുള്ളൊരു സിസ്റ്റമാണ് വരയ്ക്കാൻ ഒക്കെയുള്ള സിസ്റ്റമാണ് CAD ഉപയോഗിച്ചിട്ട്. With the wide availability of ortho-rectified imagery, ഈ ഒരു ഇമേജറി കിട്ടുന്നത് സാറ്റലൈറ്റ്, എയർക്രാഫ്റ്റ്, ഹെലിക്കേഴ്സ്, UAE, unmanned aerial vehicles. So this is unmanned aerial vehicles. നമ്മൾ ഡ്രോൺ എന്നൊക്കെ പറയുന്ന സാധനം. Digitizing software is becoming the main avenue through which the geographic data is extracted. So this is a raw imagery. This is a elevation model. അത് കണ്ടുപയോഗിച്ചിട്ട് ഒരു ഇമേജറി ആക്കുന്ന ഓട്ടോ റെക്ടിഫൈഡ് ഇമേജറി എന്ന് പറയും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരു 3D ഡയമെൻഷൻ നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് കോൾഡ് ഓട്ടോ റെക്ടിഫൈഡ് ഇമേജറി. അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു GIS സിസ്റ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൈസേഷൻ 2 ടൈപ്പിലാണ് വരുന്നത്. വൺ ഈസ് കോൾഡ് ഹെഡ്സ് അപ്പ് ഡിജിറ്റൈസിങ് ആൻഡ് വൺ ഈസ് കോൾഡ് ഹെഡ്സ് ഡൗൺ ഡിജിറ്റൈസിങ്. ഹെഡ് അപ്പ് എന്ന് പറഞ്ഞാൽ തല മുകളിലേക്ക് നോക്കിയിട്ടുള്ള ഡിജിറ്റൈസിങ്ങും ഹെഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് നോക്കിയിട്ട് നമ്മളൊരു പേനയൊക്കെ എഴുതുന്ന സമയത്ത് ബുക്കിൽ പേന കൊണ്ട് എഴുതുന്ന സമയത്ത് തല താഴത്തേക്ക് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വരക്കുന്നത്. അതിനാണ് ഹെഡ്സ് ഡൗൺ ഡിജിറ്റൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കി ഇതൊരു ഹാർഡ് കോപ്പിയാണ്, ഒരു ഇൻഫർമേഷനാണ് നമുക്കൊരു കിട്ടിയൊരു സാധനം, ഒരു റെക്കോർഡ്. അപ്പോൾ അതിനെ നമ്മൾ ഫസ്റ്റ് സ്കാൻ ചെയ്യും. സ്കാനർ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിലേക്ക് സ്കാൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ നമ്മളൊരു പ്രത്യേകതരം പെൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ അതിനെ ഡയഗ്രം ചെയ്യും, അതിന് മുകളിലൂടെ വരച്ചു വയ്ക്കും. ഈ ഒരു മെത്തേഡ്സാണ് ഹെഡ്സ് അപ്പ് ഡിജിറ്റൈസിംഗ് എന്നും
അതേപോലെ ഹെഡ് ഡൗൺ ഡിജിറ്റൈസിങ് ഒക്കെ പറയുന്നത്. ഇത് വേറെയാണ്. ഇതേപോലെ കിട്ടുന്ന ഇൻഫർമേഷനെ അല്ലെങ്കിൽ ഹാർഡ് കോപ്പിയെ അല്ലെങ്കിൽ പ്ലാനിനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇതൊക്കെ വരക്കാനും പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ നമ്മുടെ കൈവശം അതിന് വേണ്ട ഉപകരണങ്ങളുണ്ട്, ടെക്നോളജീസ് ഉണ്ട്, കമ്പ്യൂട്ടറും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാറ്റ നമുക്ക് കിട്ടി, കളക്ട് ചെയ്ത ഡാറ്റ. ഇനി അതിന് രണ്ടിനെയും കൂടി പ്രോസസ്സ് ചെയ്യണം. So it's an operation used to manipulate the spatial data. A typical geoprocessing operation there's an input data set. പിന്നെ അത് കഴിഞ്ഞിട്ട് there is a operation and there is an output. ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിൽ. ഒരു ജിയോ പ്രോസസ്സിങ്ങിൽ GIS-ൽ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുള്ളത്. One is called information that you get from the real world. So this one is the input. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇൻഫർമേഷൻസ് പല രീതിയിലും ബുക്കുകളായിട്ടും റെക്കോർഡുകളായിട്ടും ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടും. ഫോട്ടോസും പിക്ചേഴ്സും ഒക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിനെ ഡാറ്റാബേസ് ആക്കി മാറ്റും. നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെഡ് ഡൗണും ഡിജിറ്റൈസിങ്ങും മറ്റുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഡാറ്റാബേസ് ആക്കി മാറ്റിയതിന് ശേഷം അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ദിസ് ഈസ് എ 3 ബേസിക് കോമ്പണൻസ്: ഇൻപുട്ട്, പ്രോസസ്സിംഗ് ആൻഡ് ഔട്ട്പുട്ട്. So these are the applications. There are many applications: forest fire management, oil spills and remedial measures, coal mine forest management, wastewater management, natural resource management, air pollution control, disaster management. ഇതിനൊക്കെ ഈ GIS application ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ബാക്കി applications ഇവിടെയാണ്. ഒരു 4 to 5 application you have to study. So these are the different types of Next one is the GPS, or the Global Positioning System. It's a satellite-based radio navigation system owned by US. ഇത് US ഗവൺമെൻറ്റാണ് നമ്മുടെ GPS സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ ലൊക്കേഷനും ടൈമും കൃത്യമായിട്ട് പറഞ്ഞു, കൃത്യമായിട്ട് എവിടെയാണ് ഏത് സമയത്ത് എന്താണ് സഞ്ചരിക്കുന്നത്, എവിടെയാണ് മൂവ് ചെയ്യുന്നത്, ഇതൊക്കെ വ്യക്തമായിട്ടൊരു GPS ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സംവിധാനമാണ് ഈ GPS എന്ന് പറയുന്നത്. ഇതൊരു സാറ്റലൈറ്റ് ബേസ്ഡ് ആണ്. ഇതിന് സാറ്റലൈറ്റ് ആവശ്യമാണ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ദ യൂസർ ടു ട്രാൻസ്മിറ്റ് എനി ഡാറ്റ. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിനോ അല്ലെങ്കിൽ നമ്മൾ കാറിലോ എവിടെയാണോ അതിൻ്റെ ഈ GPS ഉപകരണം ഉള്ളത്, അതിനൊരു ഇൻഫർമേഷൻ ഒന്നും സിഗ്നൽ സെൻഡ് ചെയ്യുന്നില്ല. ഇതൊന്നും ആവശ്യമില്ല അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. GPS receiver calculates its own position and time based on data received from the multiple GPS satellite. ഒരുപാട് GPS സാറ്റലൈറ്റ് ഉണ്ട്. അതിനുള്ള ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യും. Each satellite carries an accurate record of its position and time and transmits the data to the receiver. അപ്പോൾ സാറ്റലൈറ്റ് ഇൻഫർമേഷനും പൊസിഷനും ടൈമൊക്കെ കളക്ട് ചെയ്യും, എന്നിട്ട് അത് റിസീവറിലേക്ക് അയച്ചു കൊടുക്കും. ഇതാണ് നമ്മൾ ഒരു പിക്ചറാണ്, ഇവിടെ ഒരു പൊസിഷൻ ആണ്, അതാണ് അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ലൊക്കേഷനെ അതിൻ്റെ പൊസിഷനും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഈ 3 സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് അതിനെ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് അത് റിസീവറിലേക്ക് അത് സെൻഡ് ചെയ്യും. ഈ സാറ്റലൈറ്റിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റോമിക് ക്ലോക്ക്സ് ഉണ്ട്. ഇവിടെ ക്ലോക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഒരു പോയിന്റിൽ നിന്ന് അതിൻ്റെ ഒരു പിക്ചർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എത്രയോ കിലോമീറ്ററോളം ഉയരത്തിലായിരിക്കും ഈ സാറ്റലൈറ്റ് കിടക്കുന്നത്. അപ്പോൾ 10 മണിക്ക് ഇതൊരു കാറാണെന്ന് വിചാരിച്ചുള്ളൂ. 10 മണിക്ക് ഈ കാറിൻ്റെ സ്ഥാനം എവിടെയാണ്, പയ്യന്നൂരാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സിഗ്നൽ ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്തു. പക്ഷേ ഈ സിഗ്നൽ ഇവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ഒരു കുറച്ച് സെക്കൻഡുകൾ ഡിലേ ഉണ്ടാവും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ. അപ്പോൾ ആ ഡിലേ കൃത്യമായിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അടുത്ത 10 സെക്കൻഡ് എന്ന് പറയുന്ന സമയത്ത് ഇതിപ്പോൾ 1 മണിക്ക് പയ്യന്നൂരാണെങ്കിൽ 1:10 അടുത്ത 10 സെക്കൻഡ് ചെയ്യുന്ന സമയത്ത് അത് 100 മീറ്റർ ചിലപ്പോൾ സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ഇതിൻ്റെ പൊസിഷൻ കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടാവും. അത് മാറാതെ അതിൻ്റെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ ആറ്റോമിക് ക്ലോക്ക് ഉപയോഗിച്ചിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്, ടൈം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ GPS സംവിധാനത്തിൽ. ദാറ്റ് ആർ സിങ്ക്രണൈസ്ഡ് വിത്ത് വൺ അനദർ ആൻഡ് വിത്ത് ദ ഗ്രൗണ്ട് ക്ലോക്ക്. ഗ്രൗണ്ട് ക്ലോക്കും
ആറ്റോമിക് ക്ലോക്കും സ്റ്റേബിൾ സാറ്റലൈറ്റിലുള്ള ആറ്റോമിക് ക്ലോക്കും നമ്മൾ സിങ്ക്രണൈസേഷൻ വരണം. ഇല്ലെങ്കിൽ സമയം മാറിക്കഴിഞ്ഞാൽ പൊസിഷനും കാര്യങ്ങളൊക്കെ മാറും. 4 സാറ്റലൈറ്റ് മസ്റ്റ് ബി ഇൻ വ്യൂ ഓഫ് ദ റിസീവർ ഫോർ ഇറ്റ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഷുഡ് ബി 4 സാറ്റലൈറ്റ് അറ്റ് എ ടൈം. 3 മതിയാവും, ഇവിടെ കാണിച്ചിരിക്കുന്ന 3 മതിയാവും. പക്ഷേ എക്സാക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യണം, പ്രിസിഷൻ വേണമെങ്കിൽ 4 മിനിമം ആവശ്യമാണ്. ഇനി എന്തൊക്കെയാണ് ഒരു GPS സംവിധാനത്തിലുള്ളത്? What are the components of the GPS? One is called there is a space segment. So this is a space segment, that means a satellite. Then there is a control segments. GPS-ന്റെ കേസിലാണെങ്കിൽ കൺട്രോൾ സെഗ്മെന്റ് ഒക്കെ കിടക്കുന്നത് US-ലാണ്. And there is a user segment. ഈ യൂസർ എന്ന് പറഞ്ഞാൽ GPS ഉപയോഗിക്കുന്ന ആരും യൂസർ സെഗ്മെന്റ് ആണ്. അപ്പോൾ 3 components: space segment, user segment and the control segments. ഇനി നോക്കി എങ്ങനെയാണ് ഒരു GPS സംവിധാനം വർക്ക് ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷൻ പറയുന്നത് ട്രൈലാറ്ററേഷൻ എന്ന് പറയും. ട്രൈലാറ്ററേഷൻ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ക്രിസ്റ്റ്ചർച്ച് എയർപോർട്ട്, ഇതാണ് എൻ്റെ പൊസിഷൻ. ഇപ്പോൾ ഒരാൾ പറയാണ് ഞാൻ ക്രിസ്റ്റ്ചർച്ച് എയർപോർട്ടിൽ നിന്ന് 7 കിലോമീറ്ററിന് അകലെയാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയസിൽ എവിടെ വേണമെങ്കിലും ഇയാളെ സ്ഥാനമാവാം. നമ്മൾ അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഇത് വട്ടം വരച്ച് കഴിഞ്ഞാൽ ഈ 7 കിലോമീറ്ററിന് എവിടെ വേണമെങ്കിലും ഇദ്ദേഹത്തിന് സ്ഥാനമാവാം. കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ 7 കിലോമീറ്ററിൽ എവിടെയോ ഉണ്ട്. ഇനി കുറച്ചും കൂടി പ്രിസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കത്തീഡ്രൽ സ്ക്വയറിൽ നിന്ന് 5 കിലോമീറ്ററിന് അടുത്താണ്, 5 കിലോമീറ്റർ അകലെയാണ്. ഇത് രണ്ടും കൂടെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന 2 പോയിന്റുകളുണ്ട്. ഈ പോയിന്റോ ഇവിടെ ആയിരിക്കും അയാളുടെ സ്ഥാനം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ആവാൻ വഴിയില്ല, ഈ ഒരു പൊസിഷനിലാവാൻ വഴിയില്ല. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 5 കിലോമീറ്റർ കുറവാണ്. ഇവിടെ ആവാനും വഴിയില്ല, ഇവിടെ എവിടെ ആവാനും വഴിയില്ല. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 5 കിലോമീറ്ററിൽ 7 കിലോമീറ്റർ കുറവേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് 7 കിലോമീറ്ററും ഇവിടുന്ന് ഇങ്ങോട്ട് 7 കിലോമീറ്ററും ഇവിടുന്ന് ഇങ്ങോട്ട് 5 കിലോമീറ്ററും കിട്ടുന്ന 2 പൊസിഷൻ മാത്രമേ ഉള്ളൂ. ഈ 2 പൊസിഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ പറഞ്ഞാൽ മനസ്സിലായോ? ഇനി അപ്പോൾ 2 സാധ്യതകളാണ്. ഒന്ന് ഈ പൊസിഷനായിരിക്കാം, അല്ലെങ്കിൽ ഈ പൊസിഷനായിരിക്കാം. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇതൊരു സാറ്റലൈറ്റ് ആണ്, ഇത് വേറൊരു സാറ്റലൈറ്റ്. ഇപ്പോൾ 2 സാറ്റലൈറ്റ് കൊണ്ട് ഈ 2 പോയിന്റിൽ ഏതെങ്കിലും ആയിരിക്കാണ് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി പറ്റും, ഇൻഫർമേഷൻ കിട്ടും. ഇനി അത് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ഒരു സാറ്റലൈറ്റും കൂടെ വരുന്ന സമയത്ത് ഈ 3 പോയിന്റും കൂടെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഒറ്റൊരു പോയിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഒരു പോയിന്റ്. അപ്പോൾ ഈ 3 സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒബ്ജക്റ്റിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെയാണ് കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 4ാമത്തെ ഒരു സാറ്റലൈറ്റും കൂടെ വരുന്ന സമയത്ത് കുറച്ചും കൂടെ പ്രിസിഷൻ കിട്ടും. അപ്പോൾ 4 സാറ്റലൈറ്റ് ഉപയോഗിക്കും, 1, 2, 3 and 4. ക്ലിയർ? എങ്ങനെയാണ് അതിൻ്റെ ലൊക്കേഷൻ ഡിറ്റക്ട് ചെയ്യുന്നത്? സോ വിഷ്വൽ എക്സാമ്പിൾ ഓഫ് 24. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പേസ് സെഗ്മെന്റ് ഉണ്ട്, അതിലൊരു യൂസർ സെഗ്മെന്റ് ഉണ്ട്, പിന്നെ ഒരു കൺട്രോൾ സെഗ്മെന്റ് ഉണ്ട്. സ്പേസ് സെഗ്മെന്റ് പറഞ്ഞാൽ 24 സാറ്റലൈറ്റ് GPS കോൺസ്റ്റലേഷനാണ്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 വേണ്ടു. പക്ഷെ ഒരു ഭൂമി മുഴുവനും നമുക്ക് അതിൻ്റെ വ്യൂവിൽ വരണം. അതിന് വേണ്ടിയിട്ട് 24 സാറ്റലൈറ്റ് ആവശ്യമാണ്. പക്ഷെ ഒരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 4 സാറ്റലൈറ്റ് മാത്രം മതിയാവും. അപ്പോൾ 24 മുതൽ 32 വരെ സാറ്റലൈറ്റിലാണ് സ്പേസ് സെഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് GPS എന്ന് പറയുന്നത്. ഇതിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ മൂവ്മെൻ്റ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, പൊസിഷൻ ടൈമിംഗ് ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ 4 സാറ്റലൈറ്റ് ഇവിടെ ഉണ്ട്. 1, 2, 3 and 4. So this is a station, control station. So control station, space segments and receiver segments. So these are the 24 satellite in their constellations. Now what is a control segment? It consists of a master control station. So this is the master control station. Control segments എന്ന് പറയുന്നത് GPS ന്റെ കേസിൽ അത് അമേരിക്ക ആയിരിക്കും. And there will be an alternative master control station. Then there are ground antennas other for the transfer informations and to receive the informations. The ground antennas are there, and 6 dedicated monitors are also there. Monitor stations are also there. And this is a
control segment. This one is the control segment. User segments are GPS larkum our instrument larkum receiver in a variety of formats and the device integrated into cars and phones, watches, bus, everything GPS. So these are control segments, space segments, and user segments. And application under the Corey wildlife, terrain, human infrastructure. Okay, just watch okay. What are the significance or the importance of GPS? The oil spill on കപ്പല് അപകടം ഉണ്ടാകുന്ന സമയത്ത് എണ്ണ മറിഞ്ഞിട്ടുണ്ടാകുന്ന GPS വെച്ച് ട്രാക്ക് ചെയ്തതാണ്. ഇതൊരു എൻഡേഞ്ചേർഡ് മോങ്ക് സീലാണ്. അതിന് GPS എനാബിൾ ചെയ്തിട്ട് അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ആമസോൺ ഫോറസ്റ്റ് ആണ്. ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ആമസോൺ ആണ്. ഗ്രീനിഷ് ആയിട്ട് കാണാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഗ്രീൻ പാച്ചസ് ഒക്കെ കംപ്ലീറ്റ് മാറിയിട്ട് ഡിഫോറസ്റ്റേഷൻ. ഇതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. And the third one is the remote sense. അത് പേര് തന്നെ അർത്ഥം മനസ്സിലാക്കാം. റിമോട്ട് എന്ന് പറഞ്ഞാൽ ദൂരമുള്ള സാധനത്തിന് നമുക്ക് സെൻസ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. So what is remote sensing? Remote sensing is the science of acquiring information about the Earth's surface without actually being in contact with it. അതിനായിട്ട് ഫിസിക്കലായിട്ട് ഒരു കോൺടാക്ട് ഇല്ല, അത്രയും അകലെ നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. This is done by sensing and recording reflected or emitted energy, processing, analyzing and applying the information. So this is ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. This is object. അവിടുന്ന് റിഫ്ലക്ട് ചെയ്യുന്നു. ആ റിഫ്ലക്ട് ചെയ്യുന്നതിന് ഒരു സാറ്റലൈറ്റ് പിടിച്ചെടുക്കുന്നു. അതിനുശേഷം the information is passed on to a antenna. So this is what. അപ്പോൾ ഇവിടെയുള്ളൊരു ഇൻഫർമേഷൻ ഇത്രയും ദൂരത്ത് വെച്ച് നമുക്കതിനെ സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് benefits in the field of hydrology, ecology, meteorology, oceanography, geology, all those. And also has military, intelligence, commercial, economic planning, humanitarian applications. So a wide variety of applications are there. And there are two types of remote sensing. One is called active remote sensing. The other one is called the passive remote sensing. രണ്ട് ടൈപ്പിലെ റിമോട്ട് സെൻസിങ് അല്ല, ആക്റ്റീവും പാസീവും. എന്താണ് പറയുക? So this is the major process in the sensing process. One is, so this is a target, so we need the information. So this is the source of radiation. അപ്പോൾ ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സാറ്റലൈറ്റ് ഇത് വിളിച്ചെടുക്കും. This is a sensor എന്ന് പറയും. Then that impulse or information is sent to the processing station, which is received by the monitor, so the antenna, and which is analyzed and you can through the computer or the software system, and you can use for the various purposes. So these are the different processes in the remote sensing process. So energy source, target, sensor, processing station, analysis and applications are that. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പിലുള്ള റിമോട്ട് സെൻസിങ് ഉള്ളത്. വൺ ഈസ് കോൾഡ് ആക്റ്റീവ് സെൻസിങ്ങും പാസീവും ഉണ്ട്. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളൊരു പല ഇൻഫർമേഷൻ ഉണ്ടാവും, ഒബ്ജക്ട്സ് ഉണ്ടാവും. അവിടെ നിന്നുള്ള റേഡിയേഷൻ ഡയറക്റ്റ് ആയിട്ട് സാറ്റലൈറ്റിലേക്ക് പോകും, ഇൻഫർമേഷൻ എന്നിട്ട് കളക്ട് ചെയ്യും. സോ ഇൻ ആക്റ്റീവ് കളക്ഷൻ ഓൺ ദ അതർ ഹാൻഡ് emits energy. So it's emit energy in order to scan objects and areas. And the sensor here, there is a sensor here, then detects and measures the radiation that is reflected from the target. എവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന റേഡിയേഷനെ ഇത് ഡിറ്റക്ട് ചെയ്യും. സോ ദിസ് ഈസ്, ഇത് അങ്ങോട്ടേക്ക് പോകുന്നതാണ് എറോ മാർക്ക്, തിരിച്ചു വരുന്നതാണ്. എമിറ്റ് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇത് പാസീവ് ആണ്. എവിടെ നിന്നുള്ള റേഡിയേഷൻ എന്ന് പറയുന്നത് ഫ്രം ദ സൺ, അവിടെ നിന്നുള്ള റേഡിയേഷൻ, ഇറ്റ് ഗാദേഴ്സ് റേഡിയേഷൻ ദാറ്റ് ഈസ് എമിറ്റഡ്. സോ ദിസ് ഇതിലേക്ക് വന്നിട്ട് അതിന് ശേഷം അത് റിഫ്ലക്റ്റ് ചെയ്യും. ദിസ് റിഫ്ലക്ഷൻ ഈസ് taken by the satellite. So gather that is emitted or reflected by the object or surrounding areas. The reflected sunlight is most common source of radiation measured by the passive sensors. Okay, so this is called active and this one is called the passive remote sensing. Radar and lidar are examples of active remote sensing where the time delay between emission and return is measured.
Establishing the location, speed, direction of the object, റഡാറും ലിഡാറും ഒക്കെ ഓർത്ത് വെക്കണം. ഇതൊക്കെ റിമോട്ട് സെൻസിങ് ഉപയോഗിച്ചിട്ട് ആമസോൺ ബേസിനെ റെക്കോർഡ് ചെയ്തതാണ്. നമുക്കിതിൽ ജൂലൈ 21, 2014 എടുത്ത ആമസോണിലെ ഒരു പിക്ചറാണിത്. ഇവിടെയൊക്കെ ഗ്രീൻ പാച്ചസ് കാണാം, ഫോറസ്റ്റ് കാണാം. നോക്കാം, സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഇതിൻ്റെ കുറേ പാച്ചസ്, most of the forests are disappeared. So these are the various advantages of remote sensing. These are the satellite used in remote sensing. Landsat by NASA and USA എടുക്കുന്നത് സാറ്റലൈറ്റിൻ്റെ പേരാണ് ലാൻഡ്സാറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലാണ് IRS എന്ന് പറയുന്നത്. IRS 1A, 1B, 1C, 1D ഒക്കെ. These are the different satellites used in different countries. ഇതൊക്കെ അതിൻ്റെ എങ്ങനെ റിമോട്ട് സെൻസിങ് വർക്ക് ചെയ്യുന്നതാണ്. ഏതൊക്കെയാണോ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് അതൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. These are the advantages. Flooded area. This is a river which flows, and these are the flooded area. Science ecology. കാലാവസ്ഥ predict ചെയ്യാൻ വേണ്ടിയിട്ട്